എല്ലായിടത്തും ഇടുവോ മെഹന്തി? തൊഴിലിനെ അധിക്ഷേപിച്ചതിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? പ്രാങ്ക് കോൾ എന്ന പേരിൽ ആരെയും വിളിച്ച് എന്ത് പറയുമെന്നാണ് വിചാരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ പണമുണ്ടാക്കാൻ പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, പിടിച്ചുപരിക്കാരുണ്ട്, ശരീരം വിൽക്കുന്നവരുണ്ട്, സൗന്ദര്യം വിൽക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് വിൽക്കുന്നവരുണ്ട്, മദ്യം വിൽക്കുന്നവരുണ്ട്. ഇപ്പം ഇതാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ഏത് വിധേനയും പണമുണ്ടാക്കണമെന്ന ആ മാർഗത്തോടുകൂടി എന്തും ചെയ്യുന്ന ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രണ്ടുപേരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? അപ്പൊ കാലിനാ? അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും ഇട്ടേരോ മെഹന്തി? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പ്രാങ്ക് കോൾ എന്ന പേരിൽ ആരെയും വിളിച്ച് എന്ത് പറയുമെന്നാണോ വിചാരിക്കുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താണ്? എന്ത് കാണിച്ചു പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ഉദ്ദേശവുമില്ല. വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക. അത് ആരെങ്കിലും അധിക്ഷേപിച്ചോ അപമാനിച്ചോ ആയാലും കുഴപ്പമില്ല എന്നുള്ള സമീപനമാണ് ഇവരുടെ മനസ്സിലുള്ളത്. വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് കാണാൻ ആ ഭാഗത്ത് മൈലാഞ്ചി ഇട്ട് തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് ആഭാസത്തരമാണ് ഇത് കാണിക്കുന്നത്? എന്ത് തെമ്മാടിത്തരമാണ്? ഒരു പാവം സ്ത്രീയെ വിളിച്ച് അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവരുടെ മാതാവോ ഇവരുടെ ബന്ധുവോ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരിങ്ങനെ വിളിച്ച് ചോദിക്കുമോ? ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ആലോചിക്കണ്ടേ? പണം ഉണ്ടാക്കാനുള്ള മാർഗത്തിനിടയ്ക്ക് എല്ലാം മറന്നു കളയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പലരും പല ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന നിലപാടാണിത്. ആ തൊഴിൽ അവരുടെ വരുമാന മാർഗമായിരിക്കും. ആ വരുമാന മാർഗത്തെ അധിക്ഷേപിക്കുന്ന, തൊഴിലിനെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് ഈ രണ്ട് സ്ത്രീകൾ സ്വീകരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ബ്യൂട്ടീഷ്യന്മാരും മെഹന്തി ഇടുന്നവരും സംഘടിച്ച് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ തൊഴിലിനെ അധിക്ഷേപിച്ചതിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. ഏത് മാർഗം സ്വീകരിച്ച് പണം കണ്ടെത്തുക എന്നുള്ള ഈ ആർത്തി എങ്കിലേ തീരുകയുള്ളൂ. ഇവരും മദ്യക്കച്ചവടക്കാരനും മയക്കുമരുന്ന് കച്ചവടക്കാരനും പിടിച്ചുപറിക്കാരനും ശരീരം വിൽക്കുന്നവരും സൗന്ദര്യം വിൽക്കുന്നവരുമായിട്ട് എന്ത് വ്യത്യാസം? എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. ഏത് മാർഗവും പണം സമ്പാദിക്കാൻ സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് ബന്ധുക്കളും കുടുംബങ്ങളും ഒന്നുമില്ലേ? ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരിവരെ ശകാരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യില്ലേ? ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ബന്ധുക്കളെയും മാതാപിതാക്കളെയും എല്ലാം മറന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോഴേക്കും അവർ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയെ, ഒരു മാനസിക രോഗമായി പറയേണ്ടതായിട്ട് വരും. പണമുണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന ഇത്തരം ആൾക്കാരെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങളും ഇത് ശ്രദ്ധിക്കണം. ഇവർ ജോലി ചെയ്യുന്ന FM റേഡിയോയും ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂടെ റെപ്യൂട്ടേഷനാണ് ഇവർ കാരണം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സമൂഹം തയ്യാറാക്കണം.